ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമത്താം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേ അഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഉത്തരഗീത 1-ാം അധ്യായം ആരംഭിക്കുന്നു. 1-ാമത്തെ അധ്യായം മുഴുവൻ പാരായണം ചെയ്ത് ഞാൻ ഇതോടൊപ്പം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ എടുക്കുന്ന ശ്ലോകങ്ങൾ അതനുസരിച്ചുകൊണ്ട് തന്നെ അത് എഴുതിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് കോപ്പി എടുത്ത് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും. കാരണം ഈ പുസ്തകം നമുക്ക് മാർക്കറ്റിൽ കിട്ടാൻ കുറച്ച് വിഷമാണ്. എന്നാലും അന്വേഷിച്ചാൽ ചിലപ്പോൾ കിട്ടിയേക്കാം, ചില കടകളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1-ാമത്തെ അധ്യായം അധ ഉത്തരഗീത പ്രഥമോധ്യായക അർജുനോവാച യദേകം നിഷ്കളം ബ്രഹ്മ വ്യോമാതീതം നിരഞ്ജനം അത്പതർക്യ അവിജ്ഞേയം വിനാശോൽപത്തിലക്ഷണം കാരണം യോഗനിർമുക്തം ഹേതുസാധനവർജിതം ഹൃദയാംബുജ മധ്യസ്ഥം ജ്ഞാനജ്ഞേയസ്വരൂപകം തല്ലക്ഷണാം ദേവ മുച്യതേ യൽ ജ്ഞാനാൽ ബ്രൂഹി കേശവ. ഈ 3 ശ്ലോകങ്ങളിലൂടെ അർജുനൻ ഭഗവാനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഭഗവാനിൽ നിന്ന് അർജുനൻ ഗീതയും അനുഗീതയും കേട്ടതിന് ശേഷം സംശയനിവൃത്തി വരാത്ത അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, വിനാശോൽപത്തി ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് അവിതർക്കം മാം വിധം, അതായത് തർക്കമില്ലാത്ത വിധം അംഗീകരിച്ചിരിക്കുന്ന അവയവരഹിതമായിരിക്കുന്ന നിഷ്കളമായിരിക്കുന്ന എങ്ങും വ്യാപിച്ചിരിക്കുന്ന നിർഗുണ പരബ്രഹ്മസ്വരൂപം എന്നറിയപ്പെടുന്ന ബ്രഹ്മം ആകാശതത്വത്തിന് അതീതവും അതിനേക്കാൾ പരിശുദ്ധവുമാണെന്ന് കേൾക്കുന്നുണ്ട്. സർവചരാചരങ്ങൾക്കും കാരണാഭൂതമായിരിക്കുന്ന ഈ ബ്രഹ്മം അവയിലൊന്നും ബന്ധിക്കപ്പെടാതെ തന്നെ അവയിലെല്ലാം അന്തർയാമിയായിട്ട് കുടികൊള്ളുന്നതായിട്ടും പറയുന്നുണ്ട്. സർവജീവികളുടെയും ഹൃദയപത്മത്തിൻ്റെ മധ്യത്തിൽ ജ്ഞാനമായും ജ്ഞേയവസ്തുവായിട്ടും വസിക്കുന്ന ഈ ബ്രഹ്മത്തെക്കുറിച്ച് പൂർണ്ണജ്ഞാനം ഒരുവന് എപ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ അവൻ സർവബന്ധനങ്ങളിൽ നിന്നും മുക്തനായി ആനന്ദസ്വരൂപമായ മോക്ഷത്തെ പ്രാപിക്കുമെന്ന് അങ്ങ് തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ലയോ കേശവ, മോക്ഷപരമായ ഇല്ലെങ്കിൽ മോക്ഷോപായമായിരിക്കുന്ന ഈ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഉപദേശിച്ച് തന്നാലും, നമ്മൾ ആധ്യാത്മികമായിട്ട് ദൈവീയ സമ്പത്തോടു കൂടി ജനിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത ശരിക്ക് എൻ്റെ 2 ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് തന്നെ ഏകദേശം ഭഗവത്ഗീതയെപ്പറ്റി ഒരു അവബോധമെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ഉപാസിച്ചാലേ അത് ശരിക്കും പരിജ്ഞാനമായിട്ട് യുക്തിസഹജമായിട്ട് നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് കർമ്മത്തിൽ സക്സസ് ആകാനുള്ളതാണ് ഭഗവത്ഗീത. അതിൽ ചില മോക്ഷമാർഗത്തിൻ്റെ സൂചനകൾ നൽകുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് കർമ്മത്തിൽ വിജയിക്കണം. ഏത് കർമ്മത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിലും നമ്മളിലുള്ള 11 ഇന്ദ്രിയങ്ങളിലൂടെ പ്രകടമാകുന്ന ആസുരീഭാവം പൂർണ്ണമായിട്ട് ഇല്ലാതെയാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കർമ്മത്തിൽ വിജയിക്കാൻ സാധിക്കൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഗീതയിൽ 1-ാം അധ്യായം ആ യുദ്ധഭൂമിയുടെ വർണ്ണനയൊക്കെ പറയുമ്പോൾ 18 അക്ഷോഹിണിപ്പടയെ പറ്റി പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ 18 ശക്തികളാണ് ഈ 18 അക്ഷോഹിണിപ്പടയുടെ രൂപത്തിൽ നിൽക്കുന്നത്. അതിൽ ധർമ്മം പുനഃസ്ഥാപിക്കണം. നമുക്ക് ധർമ്മക്ഷേത്രമാകുന്ന ശരീരമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ശരീരത്തിൽ തന്നെ ധർമ്മത്തെ ക്ഷതം കൂടാതെ സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഈ 11 അക്ഷോഹിണിപ്പടയുടെ സ്ഥാനത്ത് നിൽക്കുന്ന 11 ഇന്ദ്രിയങ്ങളെ ജയിക്കണം. അല്ലാതെ 11 ഇന്ദ്രിയങ്ങൾക്ക് അടിമയായിട്ട് ജീവിക്കുന്ന ആൾക്ക് എത്ര ജന്മമെടുത്താനും വേണ്ടില്ല ദുര്യോധനൻ്റെ ഗതി വരും. ഓരോ ജന്മത്തിനും ആസുരീഭാവത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതിന്
11 ഇന്ദ്രിയങ്ങൾ മതി. അത് 11 ശക്തികളാണ്. ആ ആസുരീ സമ്പത്ത് കൊണ്ട് ജീവിക്കുന്ന നമ്മളെല്ലാം ബന്ധനത്തിൽപ്പെടാൻ കാരണം ഈ 11 ഇന്ദ്രിയങ്ങളാണ് പ്രത്യക്ഷ ഇന്ദ്രിയങ്ങൾ. അതിനടിമകളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്ത് തന്നെയുള്ള ശക്തികളാണിത്. പുറത്തന്വേഷിച്ച് പോകുന്നു വേണ്ട. അപ്പോൾ ഈ 11 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ 2-ാം അധ്യായത്തിൽ തന്നെ 18 ശ്ലോകങ്ങളിലൂടെ തന്നെ പറയുന്നുണ്ട്. യഥാ സംഖര തേജായം കൂർമോകാനിവ സർവശ ഇന്ദ്രിയാണിന്ദ്രിയാത്തേപ്പികതസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത. കുതിച്ചു പായുന്ന കുതിരകളുടെ സ്ഥാനത്താണ് 5 ഇന്ദ്രിയങ്ങൾ. അതിനെ നിയന്ത്രിക്കാൻ മനസ്സാണ് മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത്. അതിന് ബുദ്ധിസ്ഥാനത്താണ് ഭഗവാൻ നിൽക്കുന്നത്. ആ ഭഗവാനെ ആശ്രയം പ്രാപിക്കാത്ത ഒരിക്കലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. താനി സർവാണി സംയമ്യ യുക്താസീത മൽപര വശേഹി ഇന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അപ്പം ഇവിടെ അർജുനൻ ആ ഒരു പക്വതയിലെത്തി ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്തു. അതിൽ സക്സസ്സായി വിജയിച്ചു. പിന്നീടുണ്ടായിരുന്ന 36 വർഷം കൊണ്ട് ഭൗതിക ഭോഗസുഖങ്ങളെല്ലാം അനുഭവിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്തിമമായിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ്, ഇതിനു മുമ്പ് കേട്ടറിഞ്ഞിട്ടുള്ള അറിവ് വെച്ചുകൊണ്ടാണ് ജിജ്ഞാസു ആകുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ അനുഗീത പറഞ്ഞു കൊടുത്തു. 36 അധ്യായത്തിലൂടെ അനുഗീത പറഞ്ഞിട്ടും അതിൽ ഉറപ്പ് വരാത്തതുകൊണ്ടാണ് ഈ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം നേടിയാൽ മാത്രമേ ബ്രഹ്മപ്രാപ്തി സാധ്യമാവൂ. ബ്രഹ്മജ്ഞാനി ആയാൽ മാത്രമേ ബ്രഹ്മപ്രാപ്തിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കൂ. അതുകൊണ്ട് അർജുനൻ ആ നിഷ്കളമായിരിക്കുന്ന ബ്രഹ്മം, യഥാർത്ഥത്തിൽ ബ്രഹ്മം എന്താണ്, ആ ബ്രഹ്മപ്രാപ്തിക്ക് അതിനുള്ള ഉപായമാർഗത്തെയാണ് അന്വേഷിക്കുന്നത്. അപ്പം നമ്മളെ ബ്രഹ്മപ്രാപ്തിയിലാണോ നിരന്തരം ഈ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തെ യഥാവിധി സംരക്ഷിച്ച് നിലനിർത്തി ധർമ്മത്തിന് ക്ഷതം വരാതെ ശരീരത്തെ പോലും പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഈ ബ്രഹ്മത്തെ ആശ്രയിച്ചേ സാധിക്കൂ. അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനം, ഒരു തരത്തിൽ പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം തന്നെയാണ് ഗീതാജ്ഞാനം. ഗീതാശാസ്ത്രം ഗീതാമേ പരമാവിദ്യ ബ്രഹ്മരൂപന സംശയ എന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ടെങ്കിലും അത് ഉയർത്തിക്കൊണ്ട് വരുന്നതനുസരിച്ച്, പോഷിപ്പിക്കുന്നതനുസരിച്ച് നമുക്ക് കർമ്മത്തിൽ പോലും സക്സസ് ആകാൻ സാധിക്കും. നമ്മൾ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിൽ കൃതകൃത്യമായിട്ട് പ്രവർത്തിച്ച് സക്സസ് ആകാൻ സാധിക്കും. അതിനുള്ള കഴിവ് മനുഷ്യന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭൗതിക ജ്ഞാനത്തിൽ പോലും നമുക്ക് ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ബ്രഹ്മജ്ഞാനത്തെ ആശ്രയിച്ച് തന്നെയാണ് നമ്മൾ ഈ ഡെവലപ്മെൻ്റ് ഒക്കെ നടത്തുന്നത്. പക്ഷേ എന്താ, നമ്മൾ ഡെവലപ്മെൻറ്റ് നടത്തുന്നതൊക്കെ ശാശ്വതമല്ല. അതൊക്കെ നശിച്ചു പോകുന്ന, എന്തൊക്കെ ഉണ്ടാക്കിയാലും എന്ത് കണ്ടുപിടുത്തം നടത്തിയാലും വേണ്ടില്ല, അതൊക്കെ നശിച്ചു പോകുന്നതാണ്. അപ്പോൾ നിഷ്കളമായിരിക്കുന്ന ബ്രഹ്മ അവ്യക്ത സ്വരൂപമാണെന്ന് പറയുന്നു. എന്താണ് നമുക്ക് ശരീരത്തിലൂടെ ബ്രഹ്മത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനെളുപ്പം? നമ്മുടെ കണ്ണിൻ്റെ കണ്ണായിട്ട്, കണ്ണുകൾക്ക് കാഴ്ച നൽകുന്ന ഒരു ശക്തിയുണ്ട്, ചെവിക്ക് കേൾവി നൽകുന്ന ഒരു ശക്തിയുണ്ട്, ചെവിക്ക് ചെവിയായിട്ട് വർദ്ധിക്കുന്നത്. അത് ബ്രഹ്മത്തിൻ്റെ ചെവിയാണ്. ആ കണ്ണ് എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ കണ്ണാണ്. ഇതേപോലെ വാക്കിൻ്റെ വാക്കായിട്ട്, പ്രാണൻ്റെ പ്രാണനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഓരോ അണു പോലും നിലനിൽക്കുന്നതും അതിനെയൊക്കെ ചലിപ്പിക്കുന്നതും എന്താണോ അതാണ് ബ്രഹ്മം. അപ്പം ആ ബ്രഹ്മത്തിലേക്ക് എങ്ങനെ പ്രാപിക്കാനുള്ള ഉപായമാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ആധ്യാത്മികമായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഗീതയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ യജ്ഞം, ദാനം, തപസ്സൊക്കെ കൃത്യമായിട്ട് ചെയ്ത്, ശരീരം കൊണ്ട് ചെയ്ത തപസ്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ്, ഇതൊന്നും ഉപേക്ഷിക്കരുത്. നൈമിത്യ കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് അനുഷ്ഠിക്കണം. അപ്പോഴാണ് അതിൽ ഈശ്വരീയ ശക്തി, ഇത് ചെയ്താൽ നമ്മളിലുള്ള ഈശ്വര ശക്തി പോഷിപ്പിക്കപ്പെടും. ആ അവബോധത്തോടു കൂടി നമ്മളുടെ സ്വധർമ്മത്തെ പൂർത്തീകരിക്കണം. അത് ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്തിരിക്കണം. അത് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് നമുക്ക് പരമശുദ്ധമായിരിക്കുന്ന ആ ചൈതന്യവത്തായിരിക്കുന്ന ആത്മസ്വരൂപത്തെ നമുക്ക് നൽകിയിട്ടുണ്ട് ഭഗവാൻ. അത് പിന്നെ നമ്മുടെ സ്വഭാവം കൊണ്ടാണ്, കൾച്ചർ അനുസരിച്ചുകൊണ്ടാണ്, അസുരീഭാവത്തെ ആശ്രയിച്ചുകൊണ്ട് കർമ്മബന്ധനത്തിൽപ്പെടുത്തി അതിനെ മലിനപ്പെടുത്തി എന്നർത്ഥം. അത് മാലിന്യം എന്ന് പറയുന്നത് പുണ്യകർമ്മം ചെയ്താലും പാപകർമ്മം ചെയ്താലും അതിന് ഏതെങ്കിലും തരത്തിൽ ബന്ധനം വരുന്നുണ്ടെങ്കിൽ
അത് വീണ്ടും ജന്മത്തിന് കാരണമാവും. അപ്പോൾ അതിനെ പരമശുദ്ധമായി കിട്ടിയതേ പരമശുദ്ധമാക്കി മാറ്റണം. അതിനുള്ള കർമ്മങ്ങളെയാണ് കർമ്മയോഗം എന്ന് പറയുക. ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണോ അത് ബന്ധനമുക്തമാക്കിക്കൊണ്ട് കൃത്യമായിട്ട് കർമ്മയോഗം അനുഷ്ഠിച്ച് അതിൽ സക്സസ് ആകുന്നവർക്കേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിച്ച് ചിത്തശക്തി ഉണർത്തിക്കൊണ്ട് താൻ ചെയ്യേണ്ട കർമ്മങ്ങളും മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കർമ്മങ്ങളും കൂടി ചെയ്യേണ്ട കർമ്മങ്ങളും പൂർത്തീകരിച്ച് ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തെ അധീഖയ എന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ സംശയമുണ്ടെങ്കിൽ എദ്യതാതിശേഷത ദേവതാരോചനാകസയിൽ പ്രമാണം കുറുതേ ലോകസ്ഥേതു അനുവർത്തത എന്ന് പറഞ്ഞു. നമുക്ക് പൂർവികരായിട്ടുള്ള മഹാത്മാക്കൾ ജനകനെ പോലുള്ളവരൊക്കെ എപ്രകാരമാണ് കർമ്മം ചെയ്ത് ജീവിതത്തിൽ പരമപദപ്രാപ്തി ജീവൻ മുക്തഭാവത്തിൽ എത്തിയതും അവൻ ആ പദപ്രാപ്തിയിലേക്ക് എത്തിയതും എന്ന് ഉദാഹരണ സഹിതം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മാർഗദർശനവും ഭഗവാൻ തന്നെ പ്രവർത്തിച്ച് നമ്മളെ കാണിച്ചിട്ടുണ്ട്. 125 വയസ്സ് വരെ ജീവിച്ച ഒരു പൂർണ്ണ മനുഷ്യൻ്റെ കർത്തവ്യകർമ്മങ്ങളെ ചെയ്ത് കർമ്മബന്ധനമില്ലാതെ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയ ഒരു മനുഷ്യൻ്റെ കർത്തവ്യകർമ്മങ്ങളെ ആണ് ഭഗവാൻ ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇതെല്ലാം പാഠമാക്കിക്കൊണ്ട് നമ്മുടെ കർമ്മബന്ധനങ്ങളെ മുഴുവൻ പൂർത്തീകരിച്ച് പരമമായി ലഭിച്ചിരിക്കുന്ന നമുക്ക് ആ പരാശക്തിയെ പരമശുദ്ധമാക്കി പവിത്രമാക്കി എത്തിയാൽ മാത്രമേ അത് ബ്രഹ്മപ്രാപ്തിയിലേക്കുള്ള ഏറ്റവും വലിയ ഉപായത്തിലേക്ക് എത്തും. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഇത് തന്നെയാണ്. അതിനുള്ള ഉപായത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണമെങ്കിൽ, അതേപ്പറ്റി ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കർമ്മത്തിൽ പൂർത്തീകരണം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ അർജുനൻ ഭഗവാനെ ഏൽപ്പിച്ച കർമ്മമൊക്കെ കൃത്യമായിട്ട് ചെയ്തു. ഞാൻ നിൻ്റെ അഹങ്കാരം കൊണ്ട് നീ ചെയ്യാതിരുന്നാലും നിൻ്റെ സ്വഭാവം നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നൊക്കെ ഭഗവാൻ ഗീത ഉപദേശിക്കുമ്പോഴൊക്കെ അവസാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവസാനം ഭഗവാൻ പറയുന്നതനുസരിച്ച് നീ ഇപ്പം എന്താ പുറപ്പാടെന്താ, ഞാൻ കേട്ടതൊക്കെ വല്ല മനസ്സിലായോ, നീ എന്താ ചെയ്യാൻ പുറപ്പെടണേ എന്നൊക്കെ ഭഗവാൻ ചോദിച്ചപ്പോഴും പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അതുകൊണ്ട് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പരധർമ്മത്തിന് അടിമപ്പെട്ട് ഇല്ലെങ്കിൽ പലവിധ കർമ്മങ്ങൾ ചെയ്ത് ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്ന നമുക്ക് ആജ്ഞാചക്രത്തിലൂടെ ഈശ്വരൻ്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന എപ്പോഴാണോ അപ്പോൾ മാത്രമേ നമുക്ക് കർമ്മത്തിൽ പൂർത്തീകരണം സാധ്യമാകും. ഇല്ലെങ്കിൽ ആധ്യാത്മിക രംഗത്ത് പോലും കർമ്മബന്ധനം ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായിട്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ ഒരു പാതയിൽ ഈ ജന്മത്തിൽ 42 വയസ്സിന് ശേഷം എനിക്ക് ഭഗവാൻ തന്നിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സക്സസ് ജീവിതത്തിൽ. അപ്പോൾ മനുഷ്യജന്മത്തിൽ നമുക്ക് എവിടെയൊക്കെ കർമ്മബന്ധനമുണ്ടോ അത് കൃത്യമായിട്ട് ഇന്നതൊക്കെ ബാക്കിയുണ്ട്, ഇന്ന സ്ഥലത്ത് പോയി പ്രവർത്തിക്കണം, ഇന്നതൊക്കെ ചെയ്യണം. അത് ചെയ്ത് തീർന്നപ്പോഴും കൺഫർമേഷൻ ഞാൻ ജോർജിനെ കൊണ്ട് രാശി വെച്ച് നോക്കിയപ്പോഴും ഇനിയൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, ഇനി ആരെങ്കിലും ആ മേഖലയിൽ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞേക്കണേ. അതും ബന്ധനമില്ലാത്ത വിധത്തിൽ എപ്രകാരം ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പോൾ ഭഗവാൻ നേരത്തെ ട്രെയിനിങ് തന്നിട്ടുണ്ട്. നമുക്ക് ബന്ധനമില്ലാതെ ഇരിക്കണേ എങ്ങനെ കർമ്മത്തെ സക്സസ് ആക്കാം. അപ്പോൾ ആരെങ്കിലും 10% നമ്മുടെ ജോലി ഇനി എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രം ചെയ്തു കൊടുക്കുക. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. അതുകൊണ്ട് യാതൊരുവിധ ഗതിവിഗതികളും സംഭവിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബ്രഹ്മ പ്രാപ്തിയിലേക്കുള്ള ഉപായം ശരിക്കറിഞ്ഞാൽ ആ ഉപായ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ വാനപ്രസ്ഥാശ്രമത്തിൽ ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ പൂർത്തീകരിച്ച് വാനപ്രസ്ഥത്തിൽ നിൽക്കുന്ന ഈ ഒരു പക്വത മനുഷ്യനുണ്ടാകണം. അപ്പോഴേ നമുക്ക് ഈ ബ്രഹ്മജ്ഞാനത്തെപ്പറ്റി അവബോധമുണ്ടാകുകയുള്ളൂ. താനും കർമ്മയോഗം പൂർത്തീകരിച്ചോ ഇല്ലയോ എന്നുള്ള കർമ്മബന്ധനമില്ലാത്ത അവസ്ഥ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ ബ്രഹ്മപ്രാപ്തിക്കുള്ള ഉപായം എന്നർത്ഥം. അപ്പോൾ പിന്നെ ആണ് ഭഗവാൻ പറയുന്ന മാർഗം എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് അത് ചെയ്ത് നമുക്ക് യോഗ്യത നേടുകയും കൂടെ വേണം. നമ്മൾ പരമപവിത്രമായ ആത്മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ കർമ്മബന്ധനങ്ങളെ കൊണ്ട് അതിനെ ബന്ധിച്ച് നിർത്തിയിരുന്നു. അത് നമ്മളെ എന്നാണോ കർമ്മം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യകർമ്മങ്ങൾ സ്വയം ചെയ്യേണ്ടതും മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കേണ്ടതും കൂടി ചെയ്യേണ്ടതും കോൺട്രിബ്യൂട്ടറി റെസ്പോൺസിബിലിറ്റിയൊക്കെ ഉള്ളതൊക്കെ തീർത്ത് അത് എപ്പോഴാണോ ആ ഒരു പക്വത വരുന്നത് അപ്പോഴാണ്
യഥാർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനത്തിനും അർഹതയുണ്ടാവുക. ആ ബ്രഹ്മജ്ഞാനം ലഭിച്ചാൽ ബ്രഹ്മപ്രാപ്തിക്കുള്ള ഉപായവും ഭഗവാൻ പറഞ്ഞാലും അത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്ത് യോഗ്യതയിലേക്ക് എത്തുക വേണം. യോഗ്യത നമ്മൾ നേടണം. അർഹത എല്ലാവർക്കും ഉണ്ട്. അർഹത ഒരിക്കലും യോഗ്യതയല്ല. അവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നർത്ഥം. അപ്പം അർജുനൻ ഇതുവരെ ചെയ്ത കർമ്മങ്ങളെ കൊണ്ട് ഈ ഒരു പക്വതയിലെത്തി. അപ്പോൾ വീണ്ടും അതിനു വേണ്ടിയിട്ട് മാർഗം തേടിയപ്പം ഭഗവാൻ അനുഗീതയൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവിടെയും പൂർണ്ണമായിട്ടുള്ള ആത്മസംതൃപ്തി, യഥാർത്ഥ മാർഗം തെളിയാത്തത് കൊണ്ടാണ് ആ ബ്രഹ്മജ്ഞാനത്തിന് ഉള്ള മാർഗമൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞു കൊടുത്തു. ഇനി ആ ബ്രഹ്മപ്രാപ്തിക്കുള്ള ഉപായം പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. ബ്രഹ്മജ്ഞാനം കിട്ടിയതുകൊണ്ട് നമുക്ക് എവിടെ പോകേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ടായില്ലല്ലോ. അതിനുള്ള മാർഗം, അതിനുള്ള ഉപായം കൂടെ, എളുപ്പവഴിയും കൂടെ പറഞ്ഞു കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് അർജുനൻ ഭഗവാനോട് ഇപ്രകാരം ചോദ്യം ചോദിക്കുന്നത്. അതിന് ഭഗവാൻ ഉത്തരം പറയാൻ തുടങ്ങുകയാണ്. സാധുപൃഷ്ടം മഹാബാഹോ, ശ്രീ ഭഗവാൻ വാച സാധുപൃഷ്ടം മഹാബാഹോ ബുദ്ധിമാനസി പാണ്ഡവ യന്മാം പൃച്ഛസി തത്വാർത്ഥം അശേഷം പ്രവദാമ്യഹം. ഹേ പുരുഷകേസരിയായ പാണ്ഡുപുത്ര, നീ ബുദ്ധിമാനാണ്. എന്തുകൊണ്ടെന്നാൽ അന്ത്യ പുരുഷാർത്ഥഹേതുവായിരിക്കുന്ന ബ്രഹ്മജ്ഞാനം ആർജിക്കണമെന്ന നീ അതീവമായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് നിനക്ക് ഏറ്റവും വലിയ അർഹത. എപ്പോഴാണ് നമ്മൾ ജിജ്ഞാസുവാകുന്നത് അപ്പോഴാണ് അർഹത തെളിയുക എന്നർത്ഥം. നിന്റെ ആഗ്രഹം ഉത്തമമായതിനാലും നിനക്ക് അതിനുള്ള അർഹതയുള്ളതിനാലും ബ്രഹ്മജ്ഞാനം ഉപായമായിരിക്കുന്ന പരാവിദ്യയെ യാതൊരു മറവും കൂടാതെ പൂർണ്ണ രൂപത്തിൽ നിനക്ക് ഞാൻ ഉപദേശിച്ചു തരാം. അപ്പോൾ ഇവിടെ പുരുഷകേസരിയായ പാണ്ഡുപുത്രനായിരിക്കുന്ന അർജുനനോട് ഭഗവാൻ തന്നെ പറയുന്നു, നീ ബുദ്ധിമാനാണ്. ഭഗവാൻ ഗീതയിലും വിഭൂതിയോത്തി പറയുന്നുണ്ട്, എന്നെ പ്രാപിക്കാൻ യോഗ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ, അതായത് ആ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനായിക്കൊണ്ട് ഭഗവാൻ പറയുന്നത് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉറച്ച ബുദ്ധി ആർക്ക് കിട്ടിയിട്ടുള്ള ബുദ്ധിയെ ഉറപ്പിച്ചോ, പിന്നെ ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗത്തെ ആദ്യം പ്രദാനം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനാണ് ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനാകുക. അപ്പം അർജുനന് ഇത്രയൊക്കെ ഉപദേശങ്ങൾ കിട്ടുകയും കർമ്മത്തിൽ സക്സസ് ആകുകയും ചെയ്തുകൊണ്ട് അനുഭവജ്ഞാനവും കൂടെ ഉണ്ട്. ഭഗവാൻ പറഞ്ഞത് പോലെ പ്രവർത്തിച്ച് അതിലൊക്കെ വിജയം വരിച്ചത് കൊണ്ട് അത് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അനുഭവജ്ഞാനമുണ്ട്. ആ ബുദ്ധിയോട് നിൽക്കുന്നവനാണ് അർജുനൻ. അതുകൊണ്ടാണ് നീ ബുദ്ധിമാനാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അത്യന്ത പുരുഷാർത്ഥമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനം ആർജിക്കണമെന്ന് നീ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മജ്ഞാന ജിജ്ഞാസുവാണ്. അതാണ് ഏറ്റവും വലിയ അർഹത എന്ന് പറയുന്നത്. അതുകൊണ്ട് നിന്റെ ആഗ്രഹം ഉത്തമമാണ്. നിനക്ക് അതിന് അർഹതയുണ്ട് താനും. ബ്രഹ്മജ്ഞാന ഉപായമായിരിക്കുന്ന പരാവിദ്യയെ യാതൊരു മറവും കൂടാതെ പൂർണ്ണ രൂപത്തിൽ നിനക്ക് ഞാൻ ഉപദേശിച്ചു തരുന്നതാണ്. അതുകൊണ്ട് ഇനി ഭഗവാൻ ആ ഉപദേശം ആരംഭിക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ. ആത്മമന്ത്രസ്യ ഹംസസ്യ പരസ്പര സമുന്നയാൽ യോഗേന ഗതകാമാനാം ഭാവന ബ്രഹ്മചക്ഷതേ. ആത്മമന്ത്രം എന്നത് എന്താണ്? പ്രണവമന്ത്രമാണ്, ഓംകാരമാകുന്നു. പ്രണവനാദ ബ്രഹ്മമാണ്, അഥവാ ബ്രഹ്മനാദമാണ്. ഹംസം അദ്വൈത ഭാവത്തിൽ പരമാത്മാവാണ്. ഹംസാവതാരം എടുത്ത കഥയൊക്കെ നമുക്ക് ഭാഗവതത്തിൽ കാണാനുണ്ട്. എന്താണ് ഹംസത്തിൻ്റെ പ്രത്യേകത? ഈ പരമമായ ജ്ഞാനം ഓങ്കാരനാഥമാണ് ആദ്യമുണ്ടായ ശബ്ദം. ആകാശമാണ് ആദ്യത്തെ സൃഷ്ടി. ആകാശത്തിൻ്റെ ഗുണമാകുന്ന ശബ്ദം പ്രകടമായപ്പോൾ അവിടെ ധ്വനിച്ച ആ ശബ്ദമാണ് ഓങ്കാരനാദം. അതാണ് ബ്രഹ്മനാദം, ആദ്യ ശബ്ദം എന്ന് പറയാം. അപ്പം അതുകൊണ്ട് അത് അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നാണ്, ഈ ഓങ്കാരനാദത്തിൽ നിന്നാണ് പലതായിട്ട് പ്രകടമാകുന്നത്. ഇനി ഹംസം എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? ഹംസം എന്ന് പറയുന്ന ഒരു പക്ഷി സങ്കല്പത്തിൽ പറയുന്നുണ്ടെങ്കിലും അതിനൊരു പ്രത്യേകത ഉണ്ട്. പാലും വെള്ളവും കൂടെ ഒന്നിച്ചു കൊടുത്താൽ പാല് മാത്രം അതിന് വകതിരിച്ച് എടുത്ത് കഴിക്കാനറിയാം. അപ്പം ഈ
ദ്വൈതമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷ പ്രപഞ്ചത്തെ പലതായിട്ട് കാണുന്നുണ്ടെങ്കിലും അതിൽ അന്തസത്യമായിരിക്കുന്ന അദ്വൈതം, ഏകമായിരിക്കുന്ന ബ്രഹ്മത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഹംസയോഗം എന്ന് പറയുന്നത്. ഹംസത്തിനുള്ള യോഗം എന്താണോ, ശക്തി എന്താണോ, അതാണ് ഹംസം. അതാണ് അദ്വൈത ഭാവത്തിൽ പരമാത്മാവാണെന്ന് പറയുന്നത്. അതുകൊണ്ട് പരമാത്മാവ് തന്നെയാണ് ഹംസമായിട്ട് അവതരിച്ചിരിക്കുന്നത്. ദ്വൈതഭാവത്തിൽ അതിന് ജീവാത്മാവ് എന്ന അർത്ഥം കൂടെയുണ്ട്. ഇവിടെ നമുക്ക് ഈ ദ്വൈതഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ജീവാത്മാവിനെ ജീവാത്മാവും പരമാത്മാവും ഇത് രണ്ട് ഭാവത്തിൽ നമ്മൾ കണ്ടാൽ അത് ദ്വൈതമായി. ഇതിനെ ഒന്നായിട്ട് കാണുമ്പോഴാണ് അദ്വൈതമായിട്ട് അറിയുക. അപ്പം നമ്മുടെ തന്നെ ശരീരത്തിലുള്ള ജീവാത്മാവും പ്രപഞ്ചപ്രാണൻ്റെ ശക്തിയായിട്ട് നിൽക്കുന്ന പരമാത്മാവും അത് പ്രത്യക്ഷത്തിൽ നമുക്ക് ബ്രഹ്മജ്ഞാനമില്ലാത്തവർക്ക്, സാധാരണക്കാർക്ക് അദ്വൈതഭാവത്തിലാണ് കാണാൻ സാധിക്കുക. അങ്ങനെയാണ് ദ്വൈത സങ്കല്പം. നമുക്ക് എത്ര ശ്രമിച്ചാലും ഈശ്വരൻ വേറെ ഞാൻ വേറെ എന്നുള്ള സങ്കല്പത്തിലേ വരാൻ കാരണം ജീവാത്മാവും പരമാത്മാവും ആദ്യം പ്രകടമാകുന്നത് രണ്ടായിട്ടാണ്. ആ രണ്ടായിട്ടേ കാണുള്ളൂ. ദ്വൈതഭാവമാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അതിന് ആ ദ്വൈതഭാവത്തിൽ അതിന് ജീവാത്മാവ് എന്ന അർത്ഥം കൂടിയുണ്ട്. പരമാത്മാവ് അഥവാ ബ്രഹ്മം നിഷ്കളവും വ്യോമാതീതവുമാണ്. പ്രഥമ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, സകളഭാവത്തിൽ ബ്രഹ്മം നാദബ്രഹ്മത്തിലൂടെ ശബ്ദ ഗുണങ്ങളോട് കൂടിയതാകുന്നു. സർവചരാചരങ്ങളും സകല ബ്രഹ്മത്തിൻ്റെ അവയവങ്ങളാണ്. ആകാശത്തിൽ നിന്ന് വായു ഉത്ഭൂതമാകുന്നത് പോലെ നാദബ്രഹ്മത്തിൽ നിന്ന് ഹംസനാദം ജനിക്കുന്നു. അതാണ് ഓങ്കാരം. ആ ഹംസനാദം ജീവികളിൽ പ്രവർത്തിച്ച് അവയെ ചേതനമാക്കുന്നു, സചേതനമാക്കുന്നു. നാം നിശ്വാസവായുവിനെ ബഹിർഗമിക്കുന്നതിലൂടെ ഹം എന്ന കാരവും ശ്വാസവായുവിനെ ഉൾക്കൊള്ളുന്നതിലൂടെ സ എന്ന കാരവും ആലപിച്ചിരിക്കുന്നു. അങ്ങനെ സദാസമയം ഹംസനാദം അഥവാ ഹംസമന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ജീവാത്മാ പരമാത്മാ ഭാവത്തിൻ്റെ ദ്വൈതഭാവത്തെ അദ്വൈതമാക്കി ആണ് ഇവിടെ പ്രകടമാകുന്നത്. അതാണ് നാം നിശ്വാസവായുവിനെ ബഹിർഗമിക്കുന്നതിലൂടെ ഹം എന്ന കാരകവും ശ്വാസവായുവിനെ ഉൾക്കൊള്ളുന്നതിലൂടെ ശ്വാസം എടുക്കുമ്പോൾ സ എന്ന ആലപിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ പോലും അറിയാതെ ഈ ഓങ്കാരത്തിൻ്റെ പ്രണവത്തിൻ്റെ ധ്വനി ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഓങ്കാരധ്വനി അഥവാ ബ്രഹ്മനാദം ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്നുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നതിൻ്റെ കാര്യം. സ്വാഹം 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 ഓരോ ശ്വാസം എടുത്ത് വിടുമ്പോഴും സ്വാഹം സ്വാഹം എന്ന ഭാവത്തിലാണ് നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സദാസമയം ഹംസനാദം നമ്മുടെ ഉള്ളിൽ തന്നെ അഥവാ ഹംസമന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ മാത്രമല്ല, ഈ ജീവജാലങ്ങളൊക്കെ ആരൊക്കെ ശ്വാസം എടുത്ത് വിടുന്നുണ്ടോ ആ പ്രാണനെ നിലനിർത്തുന്നത് ഈ ഹംസമന്ത്രത്തിലൂടെയാണ്. ഹംസമന്ത്രം എന്ന് പറയുന്നത് മറ്റൊരു മന്ത്രമല്ല, അത് പ്രണവമന്ത്രമാണ്, ഓംകാരം ആണ്. ജീവൻ്റെ നാദമായിരിക്കുന്ന ആ മഹാമന്ത്രം സകല മന്ത്രങ്ങളുടെയും സാമ്രാട്ടാണ്. ഇതിനെ ഗുരുപദേശപ്രകാരം സുഷുമ്നയിൽ തിര്യർക്കായി അഭ്യസിക്കുമ്പോൾ സോഹം ഭാവമായിരിക്കുന്ന ഹംസഗായത്രിയായി തീരും. ഹംസഗായത്രി എന്ന് പറയുന്നത് സോഹം സോഹം, ശ്വാസമെടുക്കുമ്പോൾ സോഹം, വിടുമ്പോഴാണ് ഹം എന്ന ശബ്ദം വരിക. അപ്പം ആ ഹംസഗായത്രി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹംസഗായത്രിയെ വിധിപ്രകാരം അഭ്യസിക്കുന്ന ഉപാസകന് അടുത്ത ഘട്ടത്തിൽ മൂലഗായത്രിയും മൂലവേദമായിരിക്കുന്ന ആത്മമന്ത്രത്തിൻ്റെ ശ്രുതിയും ഉണ്ടാകും. അതോടെ ഹംസമന്ത്രം ആത്മമന്ത്രമായി സമന്വയിക്കുന്നു. അഭ്യാസി ഉപാസന തുടരുന്നതോടെ ഊർധ്വനാഡിയുടെ മുഖം തുറക്കുകയും, അതായത് സുഷുമ്നാനാഡിയുടെ മുഖം തുറക്കുകയും പ്രാണവായുവിനോടൊപ്പം ആത്മമന്ത്രം ശിരസ്സിനുള്ളിലേക്ക് ഊർധ്വഭാഗമായിരിക്കുന്ന ചിതാകാശത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. സഹസ്രാര പത്മത്തിൻ്റെ കർണികാ മധ്യത്തിലെ ബിന്ദുവായിട്ടും
ബിന്ദുവ അതീതമായും ഹംസപരമാത്മാവ് സദാ വിലസുകയാണ്. ഊർധനാഡിയുടെ മുകളിലേക്ക് ഗമിക്കുന്ന ആത്മമന്ത്രം ഹംസപരമാത്മാവിൽ ചെന്ന് ലയിക്കും. അങ്ങനെ ആത്മമന്ത്രവും ഹംസവുമായിട്ട് സമന്വയിക്കും. ഈ വിധമുള്ള സമന്വയങ്ങളെയാണ് ആത്മമന്ത്രത്തിൻ്റെ ഹംസത്തിൻ്റെയും, അതായത് ആത്മമന്ത്രത്തിൻ്റെയും ഹംസമന്ത്രത്തിൻ്റെയും പരസ്പര സമന്വയം എന്ന് പറഞ്ഞിട്ടുള്ളത്. ജീവാത്മാവിനെ പ്രാണവായുവിലൂടെ ഓങ്കാരത്തിൽ ഉൾക്കൊള്ളിച്ച് പരമാത്മാവുമായിട്ട് സമന്വയിപ്പിക്കുന്ന വിദ്യയാണ് ഈ യോഗം. ഇപ്രകാരമുള്ള ഹംസയോഗത്തെ അഭ്യസിക്കുന്ന നിഷ്കാമന ആയിരിക്കുന്ന യോഗിക്ക് ധ്യാനത്താൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നതാണ്. അതിനെയാണ് യോഗേന ഗത കാമാനാം ഭാവന ബ്രഹ്മചക്ഷതേ എന്ന് ഭഗവാൻ പറഞ്ഞത്. അതായത് ആത്മമന്ത്രസ്യ ഹംസസ്യ പരസ്പര സമന്വയാൽ യോഗേന ഗതകാമാനാം ഭാവന ബ്രഹ്മചക്ഷതേ എന്ന് ഭഗവാൻ സൂചിപ്പിച്ചത്. ഇത് നമുക്ക് സാധാരണഗതിയിൽ കുറച്ച് യോഗയൊക്കെ പഠിച്ചവർക്ക്, പ്രാണായാമമൊക്കെ ശീലിച്ചവർക്കാണ് ഇതേപ്പറ്റി ശരിക്ക് ഉൾക്കൊള്ളാൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. സാധാരണഗതിയിൽ ലളിതമായ മാർഗത്തിൽ എൻ്റെ നിഗമനം അനുസരിച്ചുകൊണ്ട്, എൻ്റെ കണ്ടെത്തലനുസരിച്ചുകൊണ്ടും ഒരു ഗുരു ഉപദേശം അനുസരിച്ചുകൊണ്ടും നമ്മൾ ഇതിന് തുടക്കം എന്നുള്ളതിൽ ഈ ജപതപാദികളൊക്കെ ചെയ്യണം, യാതൊരു സംശയമില്ല. തുടക്കത്തിൽ നട്ടല് നിവർത്തിയിരുന്ന അഷ്ടാംഗയോഗം അനുസരിക്കണം. ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അഷ്ടാംഗയോഗം തന്നെ നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. അത് കുറേശ്ശെ ആയിട്ട് ഭാഗവതത്തിൽ കപിലോപദേശത്തിൽ ഒരു അധ്യായം തന്നെ അഷ്ടാംഗയോഗം പറയുന്നുണ്ട്. ഞാനതിനെപ്പറ്റി ചുരുക്കി എന്ന് പറയാം. ഇതാണ് ശരിക്കും നിത്യനൈമിത്യ കർമ്മങ്ങളുടെ ക്രിയായോഗം നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ഇതിൽ പ്രാണായാമം ഒരു സ്റ്റെപ്പുണ്ട്. ആ പ്രാണായാമത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ജപതപാദികളൊക്കെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിൽ അപ്ഗ്രഡേഷൻ കിട്ടുമ്പോഴാണ് ഈ പറയുന്ന ഹംസയോഗത്തിലേക്കോ ഇല്ലെങ്കിൽ ക്രിയായോഗത്തിലേക്ക് പ്രാണനെ തന്നെ ഈ തരത്തിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അത് വേണ്ട വിധത്തിൽ പ്രയോഗിക്കാനും സാധിക്കും. സാധാരണക്കാർക്ക് ഈ ഒരു ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ ഈ ഉത്തരഗീതയിൽ എന്താണ് സംഭവം എന്നൊന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ ആദ്യം. അപ്പോൾ കുറച്ചൊക്കെ യോഗയും ഇല്ലെ ഗീത പഠിച്ചിരിക്കുന്നവർക്ക് ഇതെന്താണെന്നെങ്കിലും മനസ്സിലാവും, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ല എന്നെങ്കിലും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അഷ്ടാംഗ യോഗത്തിൽ വളരെ ശ്രദ്ധിക്കുക, യമനിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ യോഗം. അതായത് സ്വഭാവ ശുദ്ധീകരണം. നമ്മൾ ഈശ്വര നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, യമനിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതം, ആ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തെ നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ ഉപയോഗിക്കാൻ പഠിക്കുക. അതാണ് സ്വഭാവ ശുദ്ധീകരണമാണ് ആദ്യത്തെ സ്റ്റെപ്പ് യോഗം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് നമ്മുടെ ശരീരം പെർഫെക്റ്റ് ആയിരിക്കണം. അതിന് ആരോഗ്യ സൗഖ്യമുണ്ടാകണം. ഏത് പ്രായത്തിലായാലും വേണ്ടില്ല, നമ്മുടെ ശരീരം നമ്മൾ ഇച്ഛിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് കുറച്ച് വ്യായാമങ്ങളോ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരസ്ഥിതി അനുസരിച്ചുള്ള യോഗാസനങ്ങളോ, അതായത് ജോയിൻസ് എല്ലാം പെർഫെക്റ്റായിട്ട് പ്രവർത്തിക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതൊക്കെ പെർഫെക്റ്റായിട്ട് അനായാസന കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിക്കാൻ സാധിക്കണം. അതനുസരിച്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അപ്ഗ്രേഡേഷൻ കിട്ടുകയും ചെയ്യും ഓട്ടോമാറ്റിക്. അപ്പോൾ അതിന് യോഗാസനങ്ങളെ കുറച്ച് പരിശീലിക്കണം. ഇപ്പോൾ സാധാരണഗതിയിൽ സൂര്യനമസ്കാരമൊക്കെ ചെയ്താൽ തന്നെ അതിൽ 8 യോഗാസനങ്ങളുണ്ട്. ശരീരത്തിൻ്റെ എല്ലാ യോജിൻസും ഇല്ലെങ്കിൽ ജോയിൻസും പ്രവർത്തിതമാകുന്ന വിധത്തിലാണ് സൂര്യനമസ്കാരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് 12 സ്റ്റെപ്പ് ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്താൽ മാത്രം മതി. പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് ഇരിക്കാൻ പഠിക്കുക, ആസനം ചെയ്യാം. ഒരു 3 മണിക്കൂറെങ്കിലും നട്ടല് നിവർത്തി ഇരിക്കാൻ പഠിക്കണം. അതിനാണ് ആസന ജയം എന്ന് പറയുന്നത്. 3 മണിക്കൂർ ഇരിക്കാൻ സാധിച്ചാൽ പിന്നെ 10-20 മിനിറ്റോ ഇല്ലേ 1 മണിക്കൂർ ഇരിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് കുറേശ്ശെ ശീലിക്കണം. ഇതാണ് 3ാമത്തെ സ്റ്റെപ്പ്. 4ാമത്തെ സ്റ്റെപ്പിലാണ് പ്രാണായാമം. ഈ പ്രാണായാമത്തിൽ ആണ് 9 വിധ പ്രാണായാമങ്ങൾ യോഗ പഠിക്കുന്നവർക്കില്ലേ പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്. പ്രധാനം സഞ്ജീവനി ധ്യാനം, ചാക്രീയ ധ്യാനത്തിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ 9 വിധ പ്രാണായാമം ദിവസവും ചെയ്യുക തന്നെ വേണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നാഡീശുദ്ധി പ്രാണായാമം. എടുക്കുന്ന ശ്വാസത്തിൻ്റെ ഇരട്ടി സമയം കൊണ്ട് നിശ്വാസവായുവിനെ വിടുക. നമ്മൾ സാധാരണഗതിയിൽ ശ്വാസനിശ്വാസം ചെയ്യുമ്പോൾ 30-40% പ്രാണവായുവിനെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി അങ്ങനെ തന്നെ പുറത്തു പോകും. അപ്പം ഈ നാഡീശുദ്ധി പ്രാണായാമം ചെയ്താൽ അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കും. ദിവസവും 5 എണ്ണിക്കൊണ്ട് ശ്വാസം എടുത്ത്
10 എണ്ണിക്കൊണ്ട് വിട്ടാൽ അതിൻ്റെ ശ്വാസത്തെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി വർദ്ധിക്കും. അത് 50 to 60% ഒക്കെ എത്തുമ്പോഴത്തേനും നിങ്ങൾക്ക് ആകെ ഒരു ഉത്തേജനം നമ്മുടെ ശരീരത്തിനും നമ്മുടെ കാഴ്ചപ്പാടുകളിലും എല്ലാ കാര്യത്തിനും ഒരു ഉത്സാഹമൊക്കെ തോന്നാൻ തുടങ്ങും. കുറേ ദിവസം പ്രാക്ടീസ് ചെയ്യണം എന്നർത്ഥം. അപ്പം ഇതിന് എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹസ്രനാമമൊക്കെ ജപിച്ചാൽ മതി. ഓട്ടോമാറ്റിക് നമ്മൾ എത്ര അക്ഷരമുള്ള മന്ത്രമാണോ സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നട്ടല് നിവർത്തിയിരുന്ന് ജപിച്ചാൽ അത് നാഡീശുദ്ധി പ്രാണായാമ. ഒരു ശ്വാസം എടുത്തിട്ട് 2 അക്ഷരമുള്ള രാമ എന്ന് ആവർത്തിച്ച് ജപിച്ചാൽ അത് ഇരട്ടിയാകും. ഓരോ അക്ഷരം ഉപയോഗിക്കുമ്പോഴും അതനുസരിച്ചുകൊണ്ട് നിശ്വാസ വായനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. അപ്പോൾ 5 അക്ഷരമുള്ള പഞ്ചാക്ഷരി ജപിച്ചാലോ 1:5 ആയി, 1-ന് 5 ഇരട്ടിയാവും. 8 അക്ഷരമുള്ള മന്ത്രം ജപിച്ചാലോ 1:8 ആവും. അതുപോലെ ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ചാലോ ഒരു ശ്വാസം എടുത്തിട്ട് ഒന്നുമോ ഭഗവതേ വാസുദേവായ എന്ന് വെച്ചാൽ 12 ഇരട്ടിയായിട്ടാണ് ശ്വാസത്തെ കൺട്രോൾ ചെയ്യുക. ഇതാണ് നാമജപത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അത് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ അക്ഷര സ്ഫുടതയോടുകൂടി ജപിക്കണം. അപ്പോഴാണ് അതിൻ്റെ സാധ്യത നമുക്ക് തെളിയുക. അപ്പോൾ പ്രാണായാമത്തിൽ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. സാത്വിക സമയത്ത് എഴുന്നേൽക്കുക, ശരീരശുദ്ധി വരുത്തുക, അതിനുശേഷം ഒരു സഹസ്രനാമം ജപിക്കോ, ഇല്ലെങ്കിൽ 108 ഷോഡശാക്ഷരി മന്ത്രം, ഗായത്രി മന്ത്രത്തിന് 24 അക്ഷരമാണ്. ഒരു ശ്വാസം എടുത്ത് ഒറ്റ ഗായത്രി ജപിച്ചാൽ തന്നെ 24 ഇരട്ടിയായിട്ടാണ് ശ്വാസത്തെ കൺട്രോൾ ചെയ്യുക. അതേപോലെ 16 അക്ഷരത്തിൽ പറയുന്ന ഹരേ രാമ ഹരേ കൃഷ്ണ റിപ്പീറ്റ് ചെയ്ത് ജപിക്കുമ്പോൾ 32 അക്ഷരം വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ശ്വാസം എടുത്തിട്ട് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് ഒറ്റ പ്രാവശ്യം ജപിച്ചാൽ തന്നെ 32 ഇരട്ടിയായിട്ടാണ് ശ്വാസം വിടുക. അപ്പോൾ റിപ്പീറ്റായിട്ട് സന്ധ്യാനാമം ജപിക്കുക എന്നൊക്കെ പറഞ്ഞതിൽ ഇതിലൊക്കെ വലിയ അർത്ഥമുണ്ടായിരുന്നു. നമ്മളിതൊന്നും ഗമനിക്കാതെ പോയി എന്നർത്ഥം. പുതിയ തലമുറയ്ക്കൊന്നും ഇതേപ്പറ്റി എന്തിനാണ് നാമം ജപിക്കണമെന്ന് തന്നെ പലർക്കും അറിയില്ല. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് പ്രാണായാമം എന്ന് പറയുന്ന ശക്തി നിങ്ങൾ ദിവസവും ചെയ്താലോ, കലിയുഗമായതുകൊണ്ട് ഒരു 41 ദിവസം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ തടസ്സങ്ങളെയൊക്കെ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവും, അതിനെയൊക്കെ അതിജീവിക്കാനും സാധിക്കും. എന്ന് മാത്രമല്ല നമുക്ക് കർമ്മനിരതനാകാൻ കർമ്മകുശലത ഉണ്ടാകും. ഏത് കർമ്മ ഉത്സാഹത്തോട് ചെയ്യാനുള്ള കപ്പാസിറ്റി വർദ്ധിക്കും. പിന്നെ ഗ്രാഫിയും പവറും മെമ്മറിയും പവറും കൂടും ഈ പ്രാണായാമം കൊണ്ട് തന്നെ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതൊക്കെ ചെയ്താലേ നമുക്ക് ഈ അംശയോഗത്തിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. കണ്ണിനെ കാഴ്ചകളിൽ നിന്നും, ചെവിയെ കേൾവികളിൽ നിന്നും, മൂക്കിനെ ഗന്ധത്തിൽ നിന്നും, നാക്കിനെ സ്വാദിൽ നിന്നും, ത്വക്കിനെ സ്പർശനത്തിൽ നിന്നും കുറേശ്ശായിട്ട് പിൻവലിക്കണം. അതിന് ആഹാര നിയന്ത്രണമാണ് ഏറ്റവും എളുപ്പമാർഗം. ഇന്ദ്രിയ നിയന്ത്രണം നമ്മൾ കരച്ചിൽ തുടങ്ങിയത് ആഹാരത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് ആഹാരം കുറേശ്ശെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ എളുപ്പ വഴി കണ്ടെത്താൻ സാധിക്കും. അതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. 5ാമത്തെ സ്റ്റെപ്പ്. 6ാമത്തെ സ്റ്റെപ്പാണ് ധാരണ. അവിടെയാണ് നമുക്ക് ഈ ഭ്രൂമധ്യത്തിൽ ശ്രദ്ധ കൊണ്ടുവരാനൊക്കെ ഭഗവാൻ പറയുന്നത്. ആ ധാരണ ഉണ്ടാക്കണം, വ്യൂ പോയിൻ്റ് തീരുമാനിക്കണം. ഒരു വിഗ്രഹം വെച്ച് 30 സെക്കൻഡ് കണ്ട് അത്രയും സമയം കണ്ണടച്ചിരുന്നാൽ ആ വിഗ്രഹം ആജ്ഞാചക്രത്തിൽ, അതായത് പൊട്ടുവിടുന്ന ഭാഗത്ത് കാണാൻ പറ്റുമോ? ഒരു വിളക്ക് വെച്ചാലും അത് സാധിക്കുന്നർത്ഥം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെയുള്ള അടുത്ത 2 സ്റ്റെപ്പ് നമുക്ക് അതനുസരിച്ചുകൊണ്ട് അടുത്ത ദിവസം അതേപ്പറ്റിയും പറഞ്ഞു തരാം. ധ്യാനയോഗവും സമാധിയുമാണ്. അതും നമുക്ക് എങ്കിൽ പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറഞ്ഞ പോലെ ഗീതയിലെ 6 അധ്യായം ആദ്യത്തെ കർമ്മയോഗം ആണ്. ധ്യാനയോഗത്തിലൂടെയാണ് ഈ ധാരണാശക്തി ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാലാണ് ധ്യാനവും സമാധിയും തന്നെ വരിക. അത് സാധിക്കട്ടെ. അടുത്ത ദിവസം അതേപ്പറ്റി കൂടുതൽ നമുക്ക് ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.